ശത്രു എത്ര വലുതായാലും കൂടെയുള്ളവർ സ്ട്രോങ് ആയാൽ വിജയം സുനിശ്ചിതമാണെന്ന് ഒറ്റപ്പാലം നിയോജകമണ്ഡലം NDA സ്ഥാനാർത്ഥി മേജർ രവി. വൻ സ്വീകരണമാണ് നേതാക്കളും പ്രവർത്തകരും ചേർന്ന് ഒറ്റപ്പാലത്തെത്തിയ മേജർ രവിക്ക് നൽകിയത്. സ്ഥാനാർത്ഥി പ്രഖ്യാപനത്തിനു ശേഷം ഒറ്റപ്പാലം റെയിൽവേ സ്റ്റേഷനിൽ വന്നിറങ്ങിയ NDA സ്ഥാനാർത്ഥി മേജർ രവിക്ക് വൻ സ്വീകരണമാണ് നേതാക്കളും പ്രവർത്തകരും ചേർന്ന് നൽകിയത്. BJP പാലക്കാട് വെസ്റ്റ് ജില്ലാ പ്രസിഡന്റ് P. വേണുഗോപാലൻ അടക്കമുള്ള നേതാക്കൾ ഹാരാർപ്പണം നടത്തിയാണ് മേജർ രവിയെ സ്വീകരിച്ചത്. തുടർന്ന് നഗരത്തെ ചുറ്റിക്കൊണ്ടുള്ള റോഡ് ഷോയും നടന്നു. ശത്രു എത്ര വലുതായാലും കൂടെയുള്ളവർ സ്ട്രോങ് ആയാൽ വിജയം സുനിശ്ചിതമാണെന്ന് മേജർ രവി മലബാർ ന്യൂസിനോട് പറഞ്ഞു. ഞാനൊരു പട്ടാളക്കാരനാണ്. യുദ്ധത്തിനിറങ്ങുമ്പോൾ ശത്രു എത്ര വലുതായാലും ശരി, എൻ്റെ കൂടെ ഉള്ളവർ സ്ട്രോങ് ആണെങ്കിൽ ആ വിജയസാധ്യത എൻ്റെ അത് തന്നെയാണ്. ആ പോളിസി തന്നെയാണ് ഞാനിവിടെ. എൻ്റെ ആളുകളിലെല്ലാം ഒരു കോപ്പറേഷനും ആ ഒരു സപ്പോർട്ടും. അത് ഞാൻ അവരോട് പറഞ്ഞു, നമ്മൾ നിൽക്കുന്നത് ജയിക്കാനാണ്, വേറെ ഒന്നിനുമല്ല. ബാക്കി നിങ്ങളൊന്നും പറയണ്ട. അപ്പോൾ അതുകൊണ്ട് നമുക്ക് വിജയസാധ്യത എന്നുള്ളത് നിങ്ങളെല്ലാം സർപ്രൈസ് ചെയ്യുന്നുണ്ട്. അതുകൊണ്ടായിരിക്കും സർപ്രൈസ് ആയിരിക്കും. സിനിമാ മേഖലയിലുള്ള ചിലരെല്ലാം സർപ്രൈസായി തന്റെ പ്രചാരണത്തിന് എത്തുമെന്നും വികസനം മാത്രം പറഞ്ഞായിരിക്കും തന്റെ പ്രചാരണം എന്നും മേജർ രവി പറഞ്ഞു. ഇവിടെ ഹിന്ദു ആണെങ്കിലും മുസ്ലിം ആണെങ്കിലും ആരാണെങ്കിലും ഒറ്റപ്പാലത്തുള്ളവർക്ക് എല്ലാവർക്കുള്ള ബെനിഫിറ്റാണ് ടൂറിസം ഡെവലപ്പ് ആകുമ്പോൾ. അത് നിങ്ങൾ കണ്ടതാണ് തിരുനാവായയിൽ ഇവിടെ തുടങ്ങുന്ന സമയത്ത് ഇപ്പോൾ ഭരിക്കുന്ന മിനിസ്ട്രി എന്താ പറഞ്ഞു, അവിടെ കമ്മ്യൂണൽ വയലൻസ് ഉണ്ടാവും, അത് മുസ്ലിംസിൻ്റെ ഏരിയ ആണ്. ഇവിടുത്തെ ഒരു ഹിന്ദുവിനും മുസ്ലിമിനോടും പ്രശ്നമില്ലാത്ത മുസ്ലിംസിന് ഹിന്ദുവിനോടും പ്രശ്നമില്ല. ഇവിടെ ഭരിച്ചിരുന്ന പാർട്ടിക്കാരുണ്ടാക്കിയിരിക്കുന്ന പ്രശ്നങ്ങളാണ്. അപ്പോൾ തിരുനാവായയിൽ എന്താ ഉണ്ടായത്? നമുക്ക് വേണ്ടി മുസ്ലിം സഹോദരങ്ങൾ വീട് തുറന്നിട്ട് വന്നു. ഒരു പ്രശ്നമില്ലാതെ ലക്ഷങ്ങളോളം ആളുകൾ ഡെയിലി അവിടെ വന്നു പോയി. ഇത് നിങ്ങൾ കണ്ടതല്ലേ? ആ ടൂറിസമാണ് ഞാൻ ഇവിടെ ഡെവലപ്പ് ചെയ്യും. വന്നു കഴിഞ്ഞാൽ ആർക്കാണ് ബെനിഫിറ്റ്? നമ്മൾ അവിടെ താമസിക്കുന്ന എല്ലാവർക്കും വരുമാനമാണ്. സോ ഇതൊക്കെ നമ്മൾ ചിന്തിച്ച് ചെയ്ത് കഴിഞ്ഞാൽ ഇതിനൊന്നും വലിയ പ്രശ്നമില്ല, വലിയ പൈസ ചിലവുമില്ല, നമുക്ക് ചെയ്യാവുന്നേ ഉള്ളത്. റോഡുകളിലേക്ക് കാര്യം അതൊക്കെ വിട്ടേക്ക്, അതൊക്കെ ചെറിയ കേസുകളാണ്. അപ്പം വലിയ വലിയ കേസിൽ നമുക്ക് ഇടപെടാം. റോഡൊക്കെ നടന്നോളും. നമുക്കൊരു ബില്ലുണ്ടെങ്കിൽ അത് ചെയ്യാൻ പറ്റുന്നേ ഉള്ളൂ. അതെല്ലാം ഡെവലപ്മെൻറ്റ് മാത്രമാണ് ഞാൻ നോക്കുന്നത്. ബാക്കി നിങ്ങൾ എന്ത് ചെയ്തില്ല എന്നുള്ളത് ഞാൻ പറയുന്നില്ല. എന്നെക്കൊണ്ട് എന്ത് ചെയ്യാൻ പറ്റും എന്നുള്ളതായിരിക്കും ഞാൻ പറയുന്നത്. സിനിമ നമ്മളത് പ്രോമിസ് ചെയ്യാൻ പറ്റില്ല. ഈ സിനിമാക്കാർക്ക് നമ്മൾ എന്തെങ്കിലും ഒരു കാര്യം പറഞ്ഞ് പ്രോമിസ് ചെയ്ത് കഴിഞ്ഞാൽ അന്നായിരിക്കും അവരുടെ ഏതെങ്കിലും ഒരു ഷൂട്ട് വരും. അപ്പോൾ നമുക്ക് ചിലപ്പോൾ അത് ക്യാൻസൽ ചെയ്യേണ്ടി വരും. കാരണം അവിടെ ലക്ഷങ്ങളാണ് ചിലവാകും. ഇവിടെ വന്നിട്ട് പോയി കഴിഞ്ഞാൽ ആ പ്രൊഡ്യൂസറിന് ആ പൈസ പോകും. അപ്പോൾ അതുകൊണ്ട് ഞാൻ പ്രോമിസ് ചെയ്യില്ല. പക്ഷേ എൻ്റെ ആളുകൾ ചിലരൊക്കെ വരും നിങ്ങളൊക്കെ എൻ്റർടൈൻ ചെയ്യാൻ വേണ്ടി. സർപ്രൈസ് ആയിരിക്കും. അമ്പലപ്പാറ ഫിസിയോതെറാപ്പി ആൻഡ് റീഹാബിലിറ്റേഷൻ സെന്റർ അറ്റ് കടമ്പൂർ now serves with high standard facilities, experienced doctors in physiotherapy and staying facility available for better outcome.